വയനാട് മുട്ടിൽ മലയിൽ പുലി ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. പിഴങ്ങോട് സ്വദേശി വിനീതിനാണ് പരിക്കേറ്റത്. സ്വകാര്യ എസ്റ്റേറ്റിൽ വെച്ചാണ് സംഭവം. അർജുൻ PS ചേരുന്നു. അർജുൻ, കടുവ കൊല്ലപ്പെട്ടു, പക്ഷേ പുലി ഇറങ്ങിയിരിക്കുന്നു. അതും വയനാട് മുട്ടിൽ മലയിൽ പുലി ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വനംവകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും നമ്പർ ഓരോ ദിവസവും ഇത്തരത്തിൽ വന്യമൃഗ ശല്യത്തിന്റെ വാർത്തകളാണ് നമുക്ക് വയനാട്ടിൽ നിന്നും പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണം നിരന്തരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇന്ന് എന്തിനാൽ തന്നെയും ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. സ്വകാര്യ എസ്റ്റേറ്റിൽ എത്തിയ ഈ വ്യക്തി ഇയാളെ ഈ ഒരു സൗണ്ട് കേട്ടതിന് ശേഷം അദ്ദേഹം ഈ കുന്നിന്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. പിണങ്ങോട് സ്വദേശി വിനീതാണ്. വിനീത കുന്നിന്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് താഴെ എന്തോ സൗണ്ട് കേട്ടതോടെയാണ് താഴേക്ക് ഇറങ്ങി ചെല്ലുകയും പെട്ടെന്ന് പുലി ഇദ്ദേഹത്തിന്റെ മുകളിൽ ചാടി കയറുകയുമായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. വലിയ രീതിയിൽ ഒച്ചയുണ്ടാക്കി ഉണ്ടാക്കിയതിനു ശേഷമാണ് ആ പുലി ഇവിടെ നിന്നും ഇയാളെ വിട്ട് പോയത്. 36 വയസ്സാണ് ഇദ്ദേഹത്തെ എന്തിനാ തന്നെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ നിസാര പരിക്കുകളോടെ ഇദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴും വലിയ ആശങ്കയിലാണ് ഇപ്പോഴും വയനാട് സ്വദേശികളുള്ളത്. കാരണം നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കടുവ, പുലി, ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാരുടെ ആവശ്യം. അനിൽ നമ്പ്യാർ. അർജുൻ, നേരത്തെ ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം അത് കണ്ടെത്തിയിരുന്നോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം നാട്ടുകാർ പങ്കുവച്ചിരുന്നോ? തീർച്ചയായും നേരത്തെ തന്നെ നമ്മൾ ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ പുലിയെ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അതായത് ഈ എസ്റ്റേറ്റിന്റെ തൊട്ടപ്പുറത്തൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ആ പുലിയുടെ സാന്നിധ്യം സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരൊരു ചെറിയ ജാഗ്രതാ നിർദ്ദേശം ഇതിനു മുൻപ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഇന്ന് ഈ എസ്റ്റേറ്റിന്റെ മുകളിൽ നിന്നാണ്, അതായത് കാടിന് വിട്ട് കുറച്ച് ഇപ്പുറത്തേക്കാണ് ആ ഒരു സാഹചര്യത്തിൽ അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പരത്തുന്നത്. സ്വാഭാവികമായും വനംവകുപ്പ് അവിടെ ആ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വനംവകുപ്പിനെ ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൃത്യമായുള്ള ഒരു പരിശോധന നടത്തുമെന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ഥലത്ത് കടുവയുടെ ഒരു ആക്രമണത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുന്നു. തുടർന്ന് ആ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുന്നു. ആ പ്രദേശത്ത് ഒരു സ്വൈര്യവിഹാരം തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വൈര്യ ജീവിതം ജനങ്ങൾക്ക് തിരിച്ചു കിട്ടിയപ്പോഴാണ് മറ്റൊരിടത്ത് ഇത്തരത്തിൽ ഒരു പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. നിരന്തരം ഇത്തരത്തിലുള്ള പുലിയുടെയും കടുവയുടെയും അത്തരത്തിലുള്ള വന്യമൃഗ ശല്യം അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നത് ചെറിയ രീതിയിലൊന്നുമല്ല ഈ വയനാടൻ ജനതയെ ബുദ്ധിമുട്ടിക്കുന്നത്. മാത്രമല്ല, ഇതിന് കുറച്ചു മുൻപാണ് ഇത്തരത്തിൽ പുൽപ്പള്ളിയിൽ മറ്റൊരിടത്ത് ഇന്നലെ കടുവയെ കണ്ടത്. ചേകാടി എന്ന് പറയുന്ന സ്ഥലത്ത് കടുവയെ കണ്ടിരുന്നു. മറ്റൊരു സ്ഥലത്ത് പുൽപ്പള്ളിയിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് കടുവയെ കണ്ടിരുന്നു. പെരുന്തട്ടയിൽ കടുവയെ കണ്ടിരുന്നു. ഇങ്ങനെ വയനാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ കടുവ പെറ്റുപെരുകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും 1-2 വർഷം മുൻപത്തെ കണക്കനുസരിച്ച് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള കടുവ, അല്ലെങ്കിൽ ഈ വയനാട് ഉൾവനങ്ങളിലുള്ള കടുവ, ആ കടുവകൾക്ക് ടെറിട്ടറി നിർമ്മിക്കാൻ കഴിയാത്തത്ര കടുവകൾ ഇപ്പോഴും പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള കണക്കുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഈ കടുവകൾ വീണ്ടും പ്രചരണം ആരംഭിക്കുന്ന കാലമാണ് ഈ ഡിസംബർ, ജനുവരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കൃത്യമായി തന്നെ ഇണയെ കണ്ടെത്തുവാനുള്ള ഒരു യാത്രയിലായിരിക്കും ആൺകടുവകൾ ഉണ്ടാവുക. അതിനിടയ്ക്ക് ചെറിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, തമ്മിൽ ഉള്ള യുദ്ധങ്ങൾ ഉണ്ടാകും. ആ ഒരു സമയത്ത് ചില കടുവകൾക്ക് പരിക്കേൽക്കാം. ആ പരിക്കേൽക്കുന്ന കടുവകൾ ഈ പുറത്തേക്ക് വരാം. ഇത്തരത്തിൽ വനത്തിൽ നിന്നും നാട്ടിലേക്ക് വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 മാസങ്ങൾ വലിയ നിർണായകമാണ്. അത്തരത്തിൽ വയനാടൻ ജനത വലിയൊരു ഭീതിയോടെയാണ് ഇത്തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. നേരത്തെ ഇതിനു മുൻപും നമ്മൾ പിടികൂടിയ കടുവ, ഈ സ്ത്രീയെ കൊന്ന കടുവ, ആ ചത്ത കടുവ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്തത്, മറ്റൊരു കടുവയുമായി ഫൈറ്റ് ചെയ്തതിന് ശേഷം അത്തരത്തിൽ മുറിവ് വന്ന ആ ചത്ത കടുവയാണ് ഇത്തരത്തിൽ വനം വകുപ്പ് ഇന്ന് ഈ സംസ്കരിച്ചിട്ടുള്ള ചത്ത കടുവയുടെ ശവശരീരമാണ് ഇത്തരത്തിൽ ഇവിടെ സംസ്കരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഒരു ആശങ്കയിലാണ് ഈ വയനാട്ടിലെ ജനങ്ങളുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ഈ കമ്പളക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടുപോത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഒരു കാട്ടുപോത്ത് ഇറങ്ങുകയും അത്
ആദ്യം എത്തിയത് ഈ കൽപ്പറ്റ ടൗണിലായിരുന്നു. പിന്നീട് കമ്പളക്കാട് ഒരു വീടിന്റെ സമീപത്ത് കാട്ടുപോത്തെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് നമ്മൾ കൃത്യമായി തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകാം. അതായത് ജനലിന്റെ അരികിൽ, ഒരു വീടിന്റെ ജനലിന്റെ അരികിൽ കൂടി കാട്ടുപോത്ത് പോകുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ കാണിച്ചതാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ചേകാടി എന്ന് പറയുന്ന സ്ഥലത്ത്, പുൽപ്പള്ളി ചേകാടിയിൽ കടുവ ക്രോസ് ചെയ്യുന്ന, അതായത് റോഡാണ്, ആ റോഡ് ക്രോസ് ചെയ്യുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. മറ്റൊരിടത്ത് ഈ പുൽപ്പള്ളിയിൽ തന്നെ മറ്റൊരിടത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വീടിന്റെ സമീപത്ത് കൂടി, പറമ്പിൽ കൂടിയാണ് കടുവ ആ ക്രോസ് ചെയ്തു പോയത്. ഇത് മറ്റൊരാൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഓരോ ഇടത്തും കടുവയുടെ സാന്നിധ്യം കാണുന്നു. പെരുന്തട്ടയിലും ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം കാണുന്നു. ഈ ഒരു മാസം മുമ്പാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് കടുവ പശുവിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2 പശുക്കളെയാണ് കടുവ കൊന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പുൽപ്പള്ളി അമരക്കുനി എന്ന് പറയുന്ന സ്ഥലത്ത് കടുവ ഇറങ്ങുകയും പിന്നീട് 5 ആടുകളെയാണ് 10 ദിവസം കൊണ്ട് കടുവ കൊന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ഈ കടുവയെ കെണിവെച്ച് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. സ്വാഭാവികമായും വയനാട്ടുകാരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ വന്യജീവി ആക്രമണം തടയുക, വന്യമൃഗങ്ങൾക്ക് തങ്ങൾ എതിരല്ല, പക്ഷേ നാട്ടിലേക്ക് ഇറങ്ങാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വയനാട്ടുകാരുടെ ആവശ്യം. നന്ദി അർജുൻ. വയനാട് മുട്ടിൽ മലയിൽ പുലി ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. പിണങ്ങോട് സ്വദേശി വിനീതിനാണ് പരിക്കേറ്റത്. സ്വകാര്യ എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു സംഭവം. അർജുൻ PS ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.